യഥാർത്ഥ വലിയുകളായിക്കൊണ്ടല്ല അവർ ജീവിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കില്ല അവർ ജീവിച്ചിട്ടുണ്ടാവുക. അതിനുദാഹരണമാണ് നമ്മുടെ ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ഉപ്പൂപ്പ. അദ്ദേഹം ദാമോദരനായിരുന്നു എന്നാണ്, അപ്പുപ്പൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഉപ്പുപ്പ എന്ന് വിളിച്ചു. കാരണം അദ്ദേഹത്തിന് നല്ല നീണ്ട വെളുത്ത ദാടി ഉണ്ടായിരുന്നു. ആ വെളുത്ത ദാടിയും നരച്ച മുടിയും ഒക്കെ കൂടി കണ്ടപ്പോൾ ഒരു ഉപ്പുപ്പായെ പോലെ തോന്നിയിട്ട് ഉപ്പുപ്പ എന്ന് ചില ആളുകൾ വിളിച്ചു. സൗകര്യാർത്ഥം അയാൾ അത് സ്വീകരിക്കുകയും ചെയ്തു. ചില ആളുകൾ അയാൾക്ക് ചായ കൊടുത്തു, വേറെ ചില ആൾക്കാർ പഴം കൊടുത്തു. അങ്ങനെ മൂപ്പര് കുറെ കാലം അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചു കൊടുക്കാനൊന്നും ആരുണ്ടായില്ല. ചായയും അതുപോലെ തന്നെ പഴമൊക്കെ വാങ്ങി ഇങ്ങനെ എല്ലാവരും കൊടുക്കും. ആ രൂപത്തിൽ മാത്രം പരിചരിച്ചു. പക്ഷേ എല്ലാവരുടെയും കണ്ണ് അയാളുടെ റൂഹ് പോകുന്നതിലായിരുന്നു. റൂഹ് പോയി കഴിഞ്ഞപ്പോൾ പാഞ്ഞു വന്നു. എല്ലാവരും പരക്കം പാഞ്ഞു. ശൈഖന്മാരും മശായിഖന്മാരും ഖബറുലുലമമാരും ഒക്കെ പരക്കം പാഞ്ഞു വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യരെ പള്ളിയുടെ മുന്നിൽ, ആ ഓച്ചിറ ടൗണിൽ നമുക്ക് കാണാം ഒരു പള്ളിയുണ്ട്. അവിടെ ജുമ നമസ്കാരമൊന്നുമില്ല, ഖബറടക്കലുമില്ല. ആ ഖബർസ്ഥാൻ ഇല്ലാത്ത പള്ളിയുടെ വാതിക്കൽ തന്നെ കൊണ്ടുപോയിട്ട് അടക്കി. എന്തേ, ഖബർസ്ഥാനിലെ പള്ളി കുറച്ച് പടിഞ്ഞാറുണ്ടല്ലോ. ഉപ്പുപ്പയാണെങ്കിൽ കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ് എല്ലാവരെയും മുസ്ലിങ്ങളെയൊക്കെ അടക്കുന്നിടത്തല്ലേ മൂപ്പരെ അടക്കേണ്ടത്? പൊതു ശ്മശാനത്തില് അത് പറ്റൂല. കാരണം എന്താ, ഇത് ഓച്ചിറ പള്ളിയാണ്, ഓച്ചിറ ടൗണാണ്, നാഷണൽ ഹൈവേയുടെ തീരത്താണ്. അങ്ങനെ വരുമ്പോ ഈ ഓച്ചിറ ഔലിയ, ഈ ഓച്ചിറ ഉപ്പുപ്പ, ഈ ദാമോദരൻ അപ്പൂപ്പൻ അയാൾ ഉണ്ടാവേണ്ടത് ഈ കബറിന്റെ ഈ പള്ളിയുടെ മുന്നിൽ തന്നെയാണ്. കാര്യം വണ്ടി പോകുമ്പോഴും വാഹനം പോകുമ്പോഴും പൈസ എറിഞ്ഞു കൊടുക്കാൻ സൗകര്യമാണല്ലോ. നമ്മളിപ്പോ ആളുകളുടെ സൗകര്യം മനസ്സിലാക്കണല്ലോ. അങ്ങനെ ഒരു ഖബർ പോലും അടക്കാത്ത ആ പള്ളിയിൽ, ജുമഇല്ലാത്ത ആ പള്ളിയിൽ, കേവല നമസ്കാര പള്ളി മാത്രമായ പള്ളിയിൽ അതിന്റെ വാതിക്കൽ കൊണ്ടുപോയി ജാറം കെട്ടിയിട്ട് അവിടെ ഈ ദാമോദരൻ എന്ന് പറയുന്ന അപ്പൂപ്പനെ ഖബറടക്കിയിട്ടുണ്ട്. ആ അപ്പൂപ്പൻ വലിയുല്ലാഹിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നത് കോഴിക്കോട് ഖബറുൽ ഉലമയായിരുന്നു, കാന്തപുരം മൂലയായി. കൃത്യമായി അതിന്റെ നോട്ടീസുകൾ, അതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ പരിപാടിയുടെ ഇനി സഹോദരങ്ങളെ മനസ്സിലാക്കണം. പള്ളി കാണുമ്പോൾ വലിയ ജുമാഅത്ത് പള്ളിയെന്ന് ആരും തെറ്റിദ്ധരിക്കണം. ജുമാഅത്ത് പള്ളിയല്ല. വലിയ കുബ്ബയും വലിയ മിനാരൊക്കെ കാണുമ്പോൾ ആ ജുമാഅത്ത് പള്ളിയാന്ന് തെറ്റിദ്ധരിക്കും. ജുമാഅത്ത് പള്ളിയല്ല, അത് ഓച്ചിറ ടൗണിൽ തന്നെ നിലകൊള്ളുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ വാതിക്കൽ കൊണ്ടുപോയി ദാമോദരനെ ഖബറടക്കി. അവൻ മുസ്ലിമാണോ അമുസ്ലിം അതൊന്നുമല്ല പ്രശ്നം. നമുക്ക് ഈ മതം ദീൻ വിൽക്കാൻ എന്തുണ്ട് വഴി? ആ വഴി അന്വേഷിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പണിയൊക്കെ എടുക്കുക. ഉണ്ടോ? കാന്തപുരം മുസ്ലിയാർ അവിടെ വന്നിട്ട് ഈ ഓച്ചിറ ഔലിയ ശൈഖാന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നിട്ട് 2 മണിക്കൂർ പ്രസംഗിച്ചത്. ആ പ്രസംഗിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ചുകൊണ്ട് SSF ഇറക്കിയ നോട്ടീസാ കാണുന്നത്. കണ്ടോ? വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ, വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ. അങ്ങനെ കാന്തപുരം മുസ്ലിയാർ ഓച്ചിറ ഉപ്പുപ്പയാന്ന് പറയാ. 2 മണിക്കൂർ കറാമത്ത് പ്രസംഗം. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഖബർ കച്ചവടം ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും എവിടെയാണെങ്കിലും ഒരാൾ വലിയാകണമെങ്കിൽ ആ വലിയിന്റെ നിബന്ധന എന്താ? ഒരാൾക്ക് വലിയാകണമെങ്കിൽ ആ വലിയനുണ്ടാകേണ്ട നിബന്ധന എന്താണ്? നിങ്ങൾ കേട്ടോളൂ. വലിയനുണ്ടാകേണ്ട നിബന്ധന ഒരു സഖാഫിയാ പറയുന്നത്. ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ നിങ്ങൾ അത് കേട്ടോളൂ. രക്ഷപ്പെടാനുള്ള ഏകമായ കളയം അതാണ്. ബഹുമാനപ്പെട്ട അബൂ അഹ്മദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹീൽ എഴുതിവെച്ചതും അതാണ്. ആഖിറു സമാനായ കള്ള തരീഖത്ത് കപടന്മാര് അട്ടിപ്പ് വെട്ടിപ്പ് വേല വിദ്യകൾ ആകെ തരീഖത്തിന്റെ അറബിയിലും മീനയിലും മുസ്ലിമിലും തരീഖത്ത് അതാണ് സഹിക്കാൻ പറ്റുന്നത്. എവിടെ നോക്കിയാലും തരീഖത്ത് ഓരത്തെ വീട്ടിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ പ്രാരംഭിച്ച് നോക്കുക. ചുരുങ്ങിയ ചെലവിന് സ്വർഗം നേടാൻ വേണ്ടി പൂക്കൈക്കൂടെ കടക്കാൻ നോക്കുകയാണ് ചില ആളുകൾ. ആലോചിച്ച് നോക്കി 5 വക്കത്ത് കറക്റ്റായി നിസ്കരിക്കുക. അതിന്റെ റവാത്തിബത്ത് മുടങ്ങാതെ കൊണ്ടോ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഹറാമായ കാര്യങ്ങൾ മാറി വെക്കുന്നു. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ അവൻ തന്നെ ഒഴിഞ്ഞു. അതന്നെയാണ് ഒത്തിരി തരീഖത്തുണ്ട്. അതിന്റെ അങ്ങേപ്പുറത്ത് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചൊല്ലുന്നതൊന്നും ദിക്റല്ല. നമ്മളൊരു 3 ദിക്റുണ്ട്, അത് ചെല്ലിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുള്ളൂ. അല്ലാതെ കൊല്ലക്കണക്കിന് ദിക്ർ ചെല്ലിയതൊക്കെ ബാത്തിലാണ്. ആളുകളെ പ്രേരിപ്പിക്കുന്ന പലജാതി വിദ്യകൾ നൗദില്ല. നമ്മൾ അതിന് കുറ്റം പറയുന്നില്ല. കാരണം കുറ്റം പറയണ്ട, സത്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായി നിസ്കരിക്കുക. അതിന്റെ റവാത്തിബത്ത് മുടങ്ങാതെ കൊണ്ടോ കണ്ടോ? അപ്പൊ ഒരാൾ വലിയ ആണെങ്കിൽ 5 നേരം കൃത്യമായി നമസ്കരിക്കണം എന്ന് പറഞ്ഞു. 5 നേരം കൃത്യമായി നമസ്കരിക്കുക.
അതിന്റെ മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളും നമസ്കരിച്ചാൽ ഓൻ തന്നെയാണ് വലിയ എന്നാ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കാത്ത ഒരാളെ കണ്ടാലോ, നമസ്കരിക്കാത്ത ഒരാളെ കണ്ടാലോ വലിയല്ല